Hello, welcome to G Talk. Today I am going to talk about how to speak English easily. ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇംഗ്ലീഷിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ അറിയുക, കുറച്ച് ബേസിക് വൊക്കാബുലറി പഠിക്കുക, അപ്പോൾ തന്നെ നമുക്ക് ഇംഗ്ലീഷ് നല്ല പോലെ സംസാരിക്കാൻ പറ്റും. ഇനി എന്താ ബേസിക് വൊക്കാബുലറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യണ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിച്ചാൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു പ്രൊഫഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രൊഫഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി കൂടി ഒന്ന് ഗ്യാദർ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഗ്രാമർ തെറ്റിപ്പോയി, ഇതൊക്കെ പറഞ്ഞ് ആരും നമ്മളെ കളിയാക്കാൻ വരില്ല. അതൊക്കെ നമ്മുടെ തോന്നല. നമ്മളൊരു തെറ്റ് വരുത്തിയെന്ന് പറഞ്ഞാൽ അത് കാലാകാലം നമ്മളറിയണ എല്ലാവരും ഓർത്ത് വയ്ക്കാനും പോണില്ല. നമ്മളൊരു ഭാഷ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇഷ്ടംപോലെ തെറ്റുകൾ സംഭവിക്കും. ഇപ്പോൾ ഞാനൊരു മലയാളിയാണ്, ഞാൻ നന്നായി മലയാളം സംസാരിക്കുന്നു പറഞ്ഞാലും ഇടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ നാവിൽ നിന്ന് തെറ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മളെന്താ പറയുക, വെള്ളി വീണു എന്ന് പറയും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ തെറ്റിപ്പോവാം. അത് വലിയൊരു ക്രിമിനൽ ക്രൈമൊന്നല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഭാഷ നമ്മളെന്തിനാ ഉപയോഗിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മലയാളം മാത്രം അറിയുന്ന എത്രയോ പേര് ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ പോയിട്ട് അവർ അസലായിട്ട് ഹിന്ദി പറയും, അറബി പറയും, ഇംഗ്ലീഷും പറയും. അതെങ്ങനെയാണ്? അവർ കുത്തിയിരുന്ന് ഗ്രാമർ പഠിച്ചിട്ടോ കുത്തിയിരുന്ന് വൊക്കാബുലറി പഠിച്ചിട്ടോ ഒന്നല്ല. അവരുടെ ചുറ്റിനുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ അവർ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക് അത് ക്യാച്ച് ചെയ്യും. അതേപോലെ അറിയാണ്ട് നമ്മളും സംസാരിച്ചു പോകും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരും മലയാളം തന്നെ സംസാരിക്കണേ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ വളരെ റെയറാണ്. അതായത് വീടുകളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ വളരെ വളരെ റെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഷ പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ലാണ്ടായിപ്പോൾ. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ബേസിക്കായിട്ട് ടെൻസുകളുണ്ടല്ലോ, അതൊന്ന് പഠിക്കുക. പിന്നെ അതിൽ നമുക്കറിയുന്ന കുറച്ച് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ വെർബ് വേർഡും അല്ലാണ്ട് നൗൺസ്, അഡ്ജക്റ്റീവ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ കുറച്ച് നമുക്കറിയുന്ന ഒരു 10 ആയാൽ മതി. ആ 10 വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക, അത് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, പിന്നെ WH വേർഡ്സ് ആഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അപ്പോൾ തന്നെ പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ പയ്യെ ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ, അഡ്വാൻസ് ലെവലിൽ എത്താവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ ഇംഗ്ലീഷിൽ എല്ലാ വൊക്കാബുലറിയും പഠിച്ചതിന് ശേഷം മാത്രമേ ഇംഗ്ലീഷ് പറയുള്ളൂ എന്ന്. ഇംഗ്ലീഷിൽ എല്ലാ വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1,70,000-ഓളം വേർഡ്സ് നിലവിൽ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അതും പോരാണ്ട് ഇംഗ്ലീഷ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഒരു 6,00,000-ഓളം വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈസിയല്ല. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവർ കുറേ വേർഡ്സ് ലോൺ വേർഡ്സാണ്. അതായത് മറ്റ് ഭാഷയിൽ നിന്ന് കടം കൊള്ളുന്ന വേർഡ്സുകൾ ഓരോ വർഷം അതങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പല രാജ്യത്തെ പല പ്രൊനൗൺസിയേഷൻ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക്കായി തോന്നും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആദ്യം പഠിക്കുക. ബേസിക് ഇംഗ്ലീഷ് പഠിച്ചത് ഒരു മോശം കാര്യം, ബേസിക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒരു ചീത്ത കാര്യമൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, കേരളത്തിൽ നമ്മൾ മലയാളികളാണ്, മലയാളം മാത്രമേ പറയുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ തന്നെ പല ആദിവാസി ഊരുകളിലും മലയാളം അറിയാത്ത ഒത്തിരി ആളുകൾ താമസിക്കുന്നുണ്ട്. അവരും കേരളത്തിൽ ജീവിക്കണില്ലേ? അത്രേ ഉള്ളൂ. ഭാഷ എന്തിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതിപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അത് നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് മാറണമെങ്കിൽ നമ്മൾ എഫർട്ട് എടുക്കണമെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിൽ എത്രയോ ഇംഗ്ലീഷ് വേർഡ്സ് വരുന്നു. നമ്മളത് എണ്ണി തിട്ടപ്പെടുത്തി നോക്കാറില്ല അത് മലയാളമാണോ ഇംഗ്ലീഷാണോ നമ്മൾ സംസാരിക്കണമെന്ന്. അതേപോലെ നമ്മൾ പതുക്കെ ഓരോ ഇംഗ്ലീഷ് സെൻറ്റൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ തനിയെ നമുക്ക് ഇംഗ്ലീഷും സംസാരിക്കാൻ പറ്റും. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് അത്ര ഒരു മോശം കാര്യമായിട്ട് കരുതേണ്ട കാര്യമൊന്നുമില്ല. ശ്രമിച്ചാൽ ആർക്കും പറ്റുന്നൊരു കാര്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. അത് ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മൾ ശ്രമിക്കാണ്ട് നമ്മൾ പറയാണ്ട് വേറൊരാൾക്ക് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നുകൊണ്ടിരുന്നാൽ നമ്മൾ സംസാരിക്കില്ല. ഇപ്പം എൻ്റെ അടുത്തിരുന്ന ഒരാൾ ഫുൾ ടൈം ഇംഗ്ലീഷ് സംസാരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കതുകൊണ്ടൊരു ഉപകാരമില്ല. അതുപോലെ തന്നെയാണ്
നിങ്ങൾ ഓരോരുത്തരുടെ കാര്യത്തിലും ആദ്യം സംസാരിക്കാനൊന്ന് ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഗ്രാമർ, ഞാനൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഗ്രാമറേ ഉണ്ടായിരുന്നില്ല. ആകെ വൊക്കാബുലറി ഉള്ളൂ. അതും ജസ്റ്റ് ഒരു 5 മിനിറ്റ് റെക്കോർഡ് ചെയ്തതിൽ, എൻ്റെ ഓർമ്മയിൽ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തതിൽ ഒരു 10 വേർഡ്സ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഒരു പ്രോപ്പർ ഗ്രാമർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഒരു 5 മിനിറ്റിൻ്റെ ഒരു വോയിസ് റെക്കോർഡിൽ. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചു, ദൈവമേ ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് ബേസിക്കായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. എനിക്ക് വലിയ അഡ്വാൻസ്ഡ് ലെവലിലൊന്നും അറിയില്ലെങ്കിലും എന്നോടൊരാൾ അല്ലെങ്കിൽ ഒരു ഫോറിനർ വന്നിട്ട് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ആൻസർ കൊടുക്കാൻ പറയും. അവർക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഏത് ഭാഷയിലും അത്ര തന്നെയുള്ളൂ. എനിക്കിപ്പോൾ ഞാൻ കുറച്ചൊക്കെ തമിഴ് പറയും എന്നും പറഞ്ഞാൽ എനിക്ക് മൊത്തം തമിഴ് അറിയില്ല. പക്ഷേ തമിഴിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് സംസാരിച്ചാൽ എനിക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഇനിയിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ വൊക്കാബുലറിയും അറിഞ്ഞോളണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 6,00,000 വേർഡ്സ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുണ്ട്. ഇത് മൊത്തം പഠിച്ചിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ ഓപ്പണായിട്ട് പറയാൻ എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായില്ല എന്ന് പറയാം. അത് പറയുന്നതൊന്നും ഒരു പോരായ്മയല്ല. അതൊക്കെ നമ്മളെ എന്താ പറയുക, നമ്മുടെ അറിവ് ഇമ്പ്രൂവ് ആക്കാനുള്ള ചെറിയ ചെറിയ സീക്രട്സാണ്. നമ്മുടെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുന്നത് തന്നെയാണ് നമ്മുടെ വളർച്ച. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.